കലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊന്നാനിയിൽ വക്കീലിനെ ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമം, പ്രതിപിടിയിൽ. അന്യസംസ്ഥാന തൊഴിലാളിയായ സൗരവ് രഞ്ജിത്തിനെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. തോട്ടത്തിൽ പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തി. എടവണ്ണ റേഞ്ചിൽ എടക്കോട് സ്റ്റേഷൻ പരിധിയിലെ മാടം ആദിവാസി ഉന്നതിക്കു സമീപം സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാത്ത ചിഹ്നം അനുവദിച്ചതായി പരാതി. ചോക്കാട് പഞ്ചായത്തിലെ 6-ാം വാർഡ് മരുതങ്ങാടിയിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്ന നാരായണൻ തിരുത്തുമ്മലാണ് പരാതിയുമായി രംഗത്ത് വന്നത്. SIR ഡാറ്റ എൻട്രിയിൽ പങ്കാളികളായി സ്കൂൾ വിദ്യാർത്ഥികളും. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് വില്ലേജ് അധികൃതർക്ക് സഹായവുമായി എത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷം മലയോര മേഖലയിൽ വീണ്ടും കരടി സാന്നിധ്യം. ചുള്ളിയോട്, നാട്ടക്കല്ല്, കരിമ്പനയ്ക്കൽ മുഹമ്മദിന്റെ കൃഷിയിടത്തിലെ തേൻപെട്ടികൾ കരടി നശിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പൊന്നാനിയിൽ വക്കീലിനെ ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമം, പ്രതിപിടിയിൽ. അന്യസംസ്ഥാന തൊഴിലാളിയായ സൗരവ് രഞ്ജിത്തിനെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി കോൺവെന്റ് അടുത്തുള്ള ധനലക്ഷ്മി വക്കീലിന്റെ വീട്ടിൽ കഴിഞ്ഞ 19-ന് രാത്രി വീടിന്റെ ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് കാർ പോർച്ചിൽ കാറിന്റെ സൈഡിൽ പതുങ്ങിയിരുന്ന് ആക്രമിച്ച് മുഖത്ത് പരിക്കേൽപ്പിച്ച് മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും മാല ഊരിവെച്ചിരുന്നതിനാൽ കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല. ഈ കേസിൽ പരിസരത്തെ CCTVകളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പോലീസ് വലയിലായത്. പ്രതി ഇവരുടെ വീട്ടിലും പരിസരത്തും നിത്യസന്ദർശകനായിരുന്നു. ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഹോട്ടലിൽ ജോലിക്കാരനാണ് പ്രതി. അന്നേ ദിവസം ഹോട്ടലിൽ ജോലിക്കെത്താതെ അവധിയിലായിരുന്നു. സംഭവം ഹോട്ടലിലെ ജോലിക്കാരനായ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയെ ഫോണിൽ വിളിച്ചു തിരക്കിയതായി അഭിനയിച്ച് സംഭവസ്ഥലത്തേക്ക് വിവരമറിഞ്ഞെത്തിയ ആളെ പോലെ ഓടിയെത്തുകയും സംശയിക്കപ്പെടാതെ ഇരിക്കുവാൻ പരിസരത്ത് മോഷ്ടാവിനെ തിരയുന്ന സംഘത്തോടൊപ്പം ചേരുകയും ചെയ്തു. കറുത്ത തൊപ്പി ധരിച്ചാണ് പ്രതി കൃത്യത്തിനായി എത്തിയത്. ഈ തൊപ്പി പ്രതിയുടെ താമസ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ S. അഷ്റഫിന്റെ നേതൃത്വത്തിൽ SI ബിബിൻ CV, ഷിജിമോൻ, ASI എലിസബത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, S. പ്രശാന്ത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ സൗമ്യ, മലപ്പുറം ജില്ലാ പോലീസിന് കീഴിലുള്ള വിരലടയാള വിദഗ്ധരായ റുബീന, വിമൽ എന്നിവരടങ്ങുന്ന ശാസ്ത്രീയ അന്വേഷണ സംഘവും അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പൊന്നാനി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. തോട്ടത്തിൽ പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തി. എടവണ്ണ റേഞ്ചിൽ എടക്കോട് സ്റ്റേഷൻ പരിധിയിലെ മാടം ആദിവാസി ഉന്നതിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തിയത്. 6-7 വയസ്സ് തോന്നിക്കുന്ന പെൺപുലിയാണ് ചത്തത്. 6-7 വയസ്സ് തോന്നിക്കുന്ന പെൺപുലിയാണ് ചത്തത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ആടിനെ പുലി കടിച്ചു കൊന്നതായി പറയുന്നു. വിവരമറിഞ്ഞ് വനമുദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ജഡം നിലമ്പൂർ RRT ഓഫീസ് പരിസരത്ത് എത്തിച്ചു. നിലമ്പൂർ കടുവ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. നടപടികൾക്ക് നിലമ്പൂർ നോർത്ത് DFO OP ധനേഷ് കുമാർ മേൽനോട്ടം വഹിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാത്ത ചിഹ്നം അനുവദിച്ചതായി പരാതി. ചോക്കാട് പഞ്ചായത്തിലെ 6-ാം വാർഡ് മരുതങ്ങാടിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്ന നാരായണൻ തിരുത്തുമ്മലാണ് പരാതിയുമായി രംഗത്ത് വന്നത്. പഞ്ചായത്തിലെ 6-ാം വാർഡ് മരുതങ്ങാട് വാർഡിൽ സ്വതന്ത്രനായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിൻ്റെ പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും എൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് ചിഹ്നം അനുവദിക്കുന്ന കാര്യമാണ്. ഞാൻ ആവശ്യപ്പെട്ടത് കുട എന്ന് പറയുന്ന ചിഹ്നമാണ്. LDF സ്വതന്ത്രനും ആവശ്യപ്പെട്ടത് കുട എന്ന് പറഞ്ഞ ചിഹ്നമാണ്.
അങ്ങനെ ഇന്നലെ LDF സ്വതന്ത്രന് കുട എന്ന് പറഞ്ഞ ചിഹ്നം അനുവദിക്കുകയും എനിക്ക് യാതൊരുവിധ അറിയിപ്പോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഭരണാധികാരി. ഒരു ചിഹ്നത്തിന് 2 പേര് അവകാശവാദം ഉന്നയിച്ചാൽ ആ 2 പേരെയും ഒരുമിച്ച് വിളിച്ച് ചർച്ച നടത്തി ഒരു തീരുമാനം എടുക്കുകയാണ് അതിൻ്റെ മര്യാദ. പക്ഷെ ഇതുണ്ടായില്ല. അല്ലെങ്കിൽ പിന്നെ അതിനും തീരുമാനമായിട്ടില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കണം. അതും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എന്നെ വരണാധികാരി ഇന്നലത്തെ ആ ദിവസത്തെ തീരുമാനം അല്ലെങ്കിൽ ഇന്നലെയാണ് അത് പിന്നെ ചിഹ്നം അനുവദിക്കുന്ന ദിവസം എന്ന് എന്നെ അറിയിക്കുകയുണ്ടായിട്ടില്ല. കുട, കുടം എന്നീ ചിഹ്നങ്ങളാണ് ആവശ്യപ്പെട്ടതെന്നും താൻ ആവശ്യപ്പെടാത്ത ബക്കറ്റാണ് അനുവദിച്ചതെന്നും കുട LDF സ്ഥാനാർത്ഥിക്ക് അനുവദിച്ചുവെന്നും നാരായണൻ പറഞ്ഞു. 2 പേർ ഒരേ ചിഹ്നം ആവശ്യപ്പെട്ടാൽ ഒരുമിച്ച് വിളിച്ച് ചർച്ച ചെയ്യുകയോ നറുക്കെടുപ്പ് നടത്തുകയോ ചെയ്യണം. എന്നാൽ അങ്ങനെ ചെയ്യാതെ ഉദ്യോഗസ്ഥരും LDFും UDFും ഒത്തുകളിക്കുകയായിരുന്നുവെന്നും നാരായണൻ ആരോപിച്ചു. ചോക്കാട് പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിനാലാണ് തനിക്കെതിരെ ഇരു മുന്നണികളും രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നത്. ചോക്കാട് പഞ്ചായത്തിലെ അംഗൻവാടി, കിണർ റിപ്പയറിംഗ്, സ്കൂൾ സ്റ്റോറും, കാലിക്കുണ്ട് ചെക്ക് ഡാം, ജലനിധി തുടങ്ങിയ പദ്ധതികളിലെല്ലാം അഴിമതി നടന്നിട്ടുണ്ടെന്നും വിവരാവകാശവും മറ്റും ഉപയോഗപ്പെടുത്തി താൻ അഴിമതി പുറത്തു കൊണ്ടുവന്നെന്നും അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്നും നാരായണൻ പറഞ്ഞു. SIR ഡാറ്റ എൻട്രിയിൽ പങ്കാളികളായി സ്കൂൾ വിദ്യാർത്ഥികളും. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് വില്ലേജ് അധികൃതർക്ക് സഹായവുമായി എത്തിയത്. രാവിലെ 10 മണിയോടെ എത്തിയ വിദ്യാർത്ഥികൾ വൈകുന്നേരം 5 വരെ SIR ഡാറ്റ എൻട്രിയിൽ പങ്കാളികളായി. വില്ലേജ് ഓഫീസറുടെ അഭ്യർത്ഥന പ്രകാരമാണ് തങ്ങൾ എത്തിയതെന്നും NSS നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സന്തോഷത്തോടെ ഈ പ്രക്രിയയിൽ പങ്കാളികൾ ആയതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. തുടർ ദിവസങ്ങളിലും SIR ഡാറ്റ എൻട്രിയിൽ പങ്കാളികളാകും. വിദ്യാർത്ഥികളുടെ സഹായം ഏറെ പ്രശംസനീയമാണെന്നും വില്ലേജ് അധികൃതരും പറഞ്ഞു. SIRന്റെ ഭാഗമായിട്ട് എന്യൂമറേഷൻ ഫോം ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് മാനവേദം ഹൈസ്കൂളിലെ NSS വിദ്യാർത്ഥികളായ ഏതാനും വിദ്യാർത്ഥികളെ ഞങ്ങളെ സഹായത്തിന് വേണ്ടി വില്ലേജ് ഓഫീസർ ക്ഷണിക്കുകയും ആ വിദ്യാർത്ഥികൾ വന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം മലയോര മേഖലയിൽ വീണ്ടും കരടി സാന്നിധ്യം. ചുള്ളിയോട്, നാട്ടക്കല്ല്, കരിമ്പനക്കൽ, മുഹമ്മദിന്റെ കൃഷിയിടത്തിലെ തേൻപെട്ടികൾ കരടി നശിപ്പിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് കരടി പുലർച്ചെ 3 മണിയോടെ കൃഷിയിടത്തിലെത്തുകയും കൂടുകൾ നശിപ്പിച്ച് തേൻ ഭക്ഷിച്ചു പോകുന്നതും. 24ഓളം തേൻപെട്ടികളാണ് കഴിഞ്ഞ ദിവസം കരടി നശിപ്പിച്ചത്. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായിട്ടുള്ളത്. നമ്മളെ ഒരു വർഷത്തെ അധ്വാനാണിത്. ഒരു പെട്ടിന്ന് ആവറേജ് ഒരു 10 കിലോ ഇങ്ങനെ കിട്ടിയതിനെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 1.25 ലക്ഷം റുപ്യന്റെ നഷ്ടം ഈ നശിപ്പിക്കലിന് വരുന്നുണ്ട്. അപ്പൊ അതിന് അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ച് നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ആഴ്ചയിൽ അവർക്ക് പഞ്ചാര ഒരുക്കി നമ്മള് വെച്ച് കൊടുക്കണം. ആഴ്ചയിൽ 500 റുപ്യന്റെ പുറത്ത് പഞ്ചാര വാങ്ങിയിട്ട് അത് ഉരുക്കി പാവ് കാച്ചി അവർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓലെ പോകാതെ നിർത്തിച്ചിരുന്നത്. മൂപ്പർക്കാണെങ്കിൽ പണിക്കൊന്നും പോകാൻ കഴിയില്ല. അതിന് ബ്ലോക്കൊക്കെ ഉണ്ടായി. ബ്ലോക്ക് ഉണ്ടായി അങ്ങനെ അതിന്റെ ശേഷം വെട്ടാനൊന്നും പോകാൻ പറ്റൂല. 5 പെൺകുട്ടികളുടെ പിതാവായ ഇദ്ദേഹത്തിന് മറ്റു വരുമാന മാർഗങ്ങളൊന്നും തന്നെയില്ല. ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തി വേണ്ട നടപടിയെടുക്കാമെന്നും അറിയിച്ചു. കൂടുവെച്ച് കരടിയെ പിടികൂടി കർഷകന് വേണ്ട നഷ്ടപരിഹാരം നൽകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തുടങ്ങി. നവംബർ 25 മുതൽ 28 വരെ വിവിധ ബാച്ചുകളിലായി 28 കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത്. 1ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി. 40% റിസർവ് ഉൾപ്പെടെ ആകെ 20,848 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത്.
ജില്ലയിലെ 122 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 2789 വാർഡ് ഡിവിഷനുകളിലായി ആകെ 4343 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 12 നഗരസഭകളിലായി 566 പോളിംഗ് സ്റ്റേഷനുകളും 15 ബ്ലോക്കുകളിലായി 3777 പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലെ വാണിയമ്പുഴ പോളിംഗ് സ്റ്റേഷനും കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം പോളിംഗ് സ്റ്റേഷനും വനത്തിനകത്തുള്ള ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളാണ്. ഇത്രയും പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി 4343 വീതം പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും 8686 പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. ഒരു പോളിംഗ് ബൂത്തിൽ 1 വീതം പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം. ഇതുകൂടാതെ 289 സെക്ടറിൽ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഡിസംബർ 6 നടക്കുന്ന 2ാം ഘട്ട റാൻഡമൈസേഷനോടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പൂർണ്ണമാകും. അമരമ്പലം പഞ്ചായത്ത് 19ാം വാർഡ് മാമ്പൊയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആര്യടൻ ഷൗക്കത്ത് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ ഒരു പുതിയ വാർഡ് നിങ്ങൾക്കറിയാം, ഇവിടെ നേരത്തെ ഉണ്ണി സൂചിപ്പിച്ചു, ഒരു റോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അമരമ്പലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നപ്പോൾ ഒരു റോഡല്ല, 10 റോഡല്ല, 50 റോഡിനെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 10 വർഷക്കാലമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. 9 വർഷക്കാലമായി നിലമ്പൂരിന്റെ MLA ഇടതുപക്ഷമാണ്. 9.5 വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇതൊക്കെയായിട്ടും ഏറ്റവും കൂടുതൽ റോഡുകളുടെ പരാതി ലഭിക്കുന്ന പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അമരമ്പലം പഞ്ചായത്ത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച രീതിയിൽ വിജയം നേടുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. KT രതീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്കാര സാഹിതി നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ ദേവൻ ചാലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. PM സേവി കോയാത്തങ്ങൾ, അഷ്റഫ് മുണ്ടശ്ശേരി, EK ഹംസ, വേണുഗോപാൽ, സ്ഥാനാർത്ഥികളായ കേമ്പിൽ രവി, റഹിഹാനത്ത് കുറുമാടൻ, റീന ബാബു എന്നിവർ സംസാരിച്ചു. ഷാഹുൽ പുതിയകത്ത് സ്വാഗതവും അമീർ അബ്ബാസ് നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.